ചന്ദ്രനി അവിടെ നിന്നാ മതിയാ. ഏതാ വ്ളോഗ്? ഇന്നെടുത്തൊക്കെ നാളെ ഞാൻ കുറെ നാൾ എടുക്കുന്നില്ല. അപ്സര കളിയാ ഉണ്ട് ചിലരൊക്കെ എടുത്ത അപ്സര. നിങ്ങളെ വെയിറ്റ് ചെയ്തേക്കോ, കട്ട വെയിറ്റ് ചെയ്തേക്കോ. അപ്സര എന്ത് ലേറ്റായി പോയി. എന്തോ പണിയുണ്ടിട്ടാ. ശരിക്കും 7 മണിക്ക് പറഞ്ഞാണേ, മനസ്സിലായില്ലേ? ഭയങ്കര പഞ്ച്വലായിട്ടുള്ള ആൾക്കാരായതുകൊണ്ട്. അതെ. അപ്പൊ ഞങ്ങളുടെ ബിഗ് ബോസ് ഹൗസിലെ താരസുന്ദരിയും സർവോപരി ഞങ്ങളുടെ ടണൽ റാണിയുമായിട്ടുള്ള, ഇങ്ങനെയൊന്നുമല്ല ആക്ച്വലി ഞങ്ങളുടെ ബിഗ് ബോസ് ഹൗസിൽ വെച്ച് അപ്സരയെ വിളിച്ചിട്ടിരുന്നത് ബി തള്ള എന്നാണ്. ബി തള്ളയ്ക്ക് എല്ലാവിധ ജന്മദിന ഇല്ല ഉണ്ട് ഇല്ല. അപ്പൊ ബിഗ് ബോസ് ഞങ്ങൾ നെക്സ്റ്റ് പൊളിയല്ലായിരുന്നോ? ഞാൻ, സിജോ ചേട്ടൻ, അർജുൻ, ഗബ്രി, നമ്മുടെ നാട്ടിലെ നെക്സ്റ്റ് നമ്മള് ഏറ്റവും മികച്ച ടീമുള്ള അവാർഡൊക്കെ വാങ്ങിച്ച നെക്സ്റ്റ് ടീം. അപ്പൊ നമ്മുടെ ബിഗ് ബോസ് വിഷു പറയാം അല്ലേ? അപ്പൊ ബിഗ് ബോസ് അതേറാലും വന്നോ ബിഗ് ബോസിൽ നിന്ന്? ബിഗ് ബോസ് ഹൗസിൽ നിന്ന് എല്ലാവരും വരുന്നേ ഉള്ളൂ. അപ്പോ ഏറ്റവും ആദ്യം എത്തിയത് ഞാനാണല്ലേ? ആ ഭാഗ്യം, അപ്സരയുടെ ബർത്ത്ഡേക്ക് ഏറ്റവും ആദ്യം എത്താനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. നിഷാനെ എത്തി. നിഷാനെ എന്നോട് വന്നേ, നിഷാനെ ഞാനാ കൊണ്ടുവന്നു. നിഷാനെ കൊണ്ടുവന്നു ഞാനാ. ആ ക്രെഡിറ്റ് എങ്കിലും എനിക്ക് വേണം. പണ്ടൊരു ക്രെഡിറ്റ് എനിക്ക് നഷ്ടപ്പെട്ടതിന്റെ ഒരു സംഭവമുണ്ട്. ഏറ്റവും ലാസ്റ്റ് വന്നത് പഞ്ഞിയൊരു വിഷു പറഞ്ഞോണ്ടിരുന്ന എന്താ പറയാൻ, സന്തോഷം. നല്ല വീട്ടിലോട്ട് ഞാൻ അനീഷയുടെ ദക്ഷിണ അവരെ ഒരുമിച്ച് ഇടയ്ക്ക് എനിക്ക് എല്ലാവർക്കും ദക്ഷിണ ചേട്ടൻ നന്നായി അടിപൊളിയായിട്ട്. അവരെ പറ്റി പൂശി എന്നെ പറ്റി ചോദിക്കുന്നത്. അപ്സരേച്ചി വളരെ വളരെ ഇതാണ്, ഇത് അത് വളരെ നല്ലതാണ്. അപ്സരേച്ചി അടിപൊളിയാണ്. ഞാൻ ആദ്യം വിചാരിച്ചു വന്നപ്പോൾ ഒരാഴ്ച ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിഗ് ബോസിൽ വന്നപ്പോൾ ഭയങ്കര ചാടയാണ്, അഹങ്കാരം പിടിച്ചൊരു ചേച്ചിയാന്ന് വിചാരിച്ചു. പക്ഷേ പിന്നെ ആള് ബർത്ത്ഡേ ഇപ്പം വിചാരിച്ചു ബർത്ത്ഡേക്ക് കേക്ക് വരെ മുറിക്കാൻ വന്നില്ല ഏട്ടൻ്റെ അവിടെയായിട്ട് ഇവിടുത്തെ കാര്യമല്ല. അതെ, ആ സമയത്തിട്ടാ. എന്നിട്ട് വീണ്ടും എനിക്ക് വിഷമായി. അപ്പോൾ എൻ്റെ കുഞ്ഞു മനസ്സിലാതിരിച്ചു. പിന്നെ ഞങ്ങൾ അങ്ങനെ കമ്പനി ഞങ്ങളൊരു ടണലുണ്ട്. ഇപ്പോൾ അറിയാലോ, അവൻ്റെ ഉള്ളിൽ പവർ റൂം ഇട്ടുണ്ട്, നെക്സ്റ്റ് ടണല് ടണലിൻ്റെ ഉള്ളിൽ കയറി അതിൻ്റെ ഉള്ളിൽ അടിപൊളിയായി. ഇപ്പൊ ഞങ്ങൾ കുറച്ച് സംസാരം കുറയ്ക്കേണ്ടതാണ്. ഞാൻ പറഞ്ഞ ആൽപ്പിച്ചാട്ടി പഠിക്കുന്നതാണ്. അപ്പോൾ ചങ്കാണ ഉത്താണ്. ഹാപ്പി ബർത്ത്ഡേ.